Gold and Diamonds. MG Road, Thrissur. Near bus stand, Tripprayar. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനം ഉയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് പരിക്കേറ്റത്. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന് ആരോപണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ തൃശൂരിൽ തുടക്കം. 620 പ്രതിനിധികൾ പങ്കെടുക്കും. ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് നിർവഹിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന ആരോപണം. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മുമ്പറമ്പി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇലഞ്ഞിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. തൃപ്പത്തരി 30-ന്. വാർത്തകൾ വിശദമായി. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനം ഉയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് വ്യക്തമാക്കി. കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ രൂക്ഷ വിമർശനത്തോടെയാണ് പൊതുചർച്ച ആരംഭിച്ചത്. എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും വ്യാപാരി സമൂഹം കോർപ്പറേഷനുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നുമായിരുന്നു ഡെപ്യൂട്ടി മേയർ എ പ്രസാദിന്റെ നിലപാട്. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മേയർ വിശദീകരിച്ചു. വന്ദേ മാതരത്തോട് കോർപ്പറേഷൻ അനാദരവ് കാണിച്ചെന്ന് BJP ആരോപിച്ചു. മേയറും ഡെപ്യൂട്ടി മേയറും അക്കാര്യത്തിൽ മാപ്പ് പറയണമെന്ന് BJP അംഗം രഘുനാഥ് C. മേനോൻ ആവശ്യപ്പെട്ടു. കോടികൾ മുടക്കി കൊണ്ടുവന്ന പോർട്ട് ഹോൾ മെഷീൻ ഉണ്ടായിട്ടും നഗരത്തിലെ റോഡുകളിൽ കുഴികൾ നിറഞ്ഞതിൽ പരിഹാരം ആവശ്യപ്പെട്ട് കക്ഷിഭേദമന്യേ കൌൺസിലർമാർ രംഗത്തെത്തി. നഗരത്തിൽ ഓണക്കാലത്തെ വൈദ്യുതി തടസ്സം, ഹരിതകർമ്മ സേനാ വിഷയം, ബയോബിൻ വിതരണത്തിലെ അനാസ്ഥ, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൽ വൈദ്യുതി വിഭാഗത്തിന്റെ നിസ്സഹകരണം, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൌൺസിലർമാർ ഉന്നയിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത 3 ലക്ഷം രൂപ വീതം കൈമാറിയതിൽ ആഹ്ലാദ സൂചകമായി പുലിമുഖങ്ങൾ അണിഞ്ഞ് കൌൺസിലിൽ പങ്കെടുത്ത BJP അംഗങ്ങൾ മധുര വിതരണവും നടത്തി. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് നട്ടെല്ലിന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫയർ സ്റ്റേഷൻ റോഡിലെ ഭാര്യ വീടിന് സമീപമായിരുന്നു സംഭവം. ഓൺലൈൻ ഡെലിവറി ബോയിയെ കാത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന അഭിജിത്തിനെ ഒരു കൂട്ടം തെരുവു നായ്ക്കൾ ആക്രമിക്കാനെത്തിയതായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇയാൾക്ക് വീണ് പരിക്കേറ്റു. നട്ടെല്ലിന് ക്ഷതമേറ്റ അഭിജിത്ത് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ ഇന്നലെ വൈകിട്ട് ഫുഡ് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 7-8 പട്ടികൾ വന്നു. അതിലൊരു 3 പട്ടികളാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ ഞാൻ ആദ്യം അവർ സ്ലോ ആയിരുന്നു, ഞാൻ സ്ലോ ആയിരുന്നു. പിന്നിലേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവർ ഫാസ്റ്റാക്കി കുരയും തുടങ്ങി. അപ്പൊ ഞാനും ഫാസ്റ്റാക്കി ബാക്കിലോട്ടാണ് ഞാൻ ഓടിയത്. അപ്പൊ കാലും തെറ്റി ഈ ബാക്ക് ഇടിച്ച് വീണു. അതാണ് ഉണ്ടായത്. അവരപ്പോ പൊതുവെ ശല്യം കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസം ആരെയോ കടിച്ചു എന്നൊക്കെ കേട്ടു. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് സുരേഷ് ഗോപി ആഞ്ഞടിച്ചത്. എന്റെ MP ലാഡ്സിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയയെ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരൂ. കാരണം ജനങ്ങൾ ഇത് അറിയണം. അധമന്മാർ ചുറ്റുവട്ടത്തിൽപ്പെടുമുണ്ട്. അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. സത്യം പറയാൻ തുറന്നു. അധമ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം ഞാൻ നേരിടും, നെഞ്ചു വിരിച്ചു നേരിടും.
വരുന്നവർ വരട്ടെ. വലിയ സന്തോഷത്തോടെയല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സംഘങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്ന വിഷയത്തിൽ നിരവധി തവണ ടൂറിസം സെക്രട്ടറി ബിജുവിനെ വിളിച്ച് തനിക്ക് ഇതിൽ ഭാഗമാകണമെന്ന് പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്ക് ഇതിനു മുൻപ് ഫണ്ട് അനുവദിച്ച ചരിത്രമില്ല. ഒരു സംസ്ഥാനത്തിന്റെ വകുപ്പ് സെക്രട്ടറിക്കും കളക്ടർക്കുമാണ് നിർദ്ദേശങ്ങൾ അയച്ചത്. ധനസഹായം വൈകിയപ്പോൾ അക്കാര്യം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചവർ പ്രായശ്ചിത്തം ചെയ്യണം. ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ ഒരാളാണ് ഇതിന് കുടപിടിച്ചതെന്നും ഇത്രയും അധമനാകരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇൻക്രെഡിബിൾ ഇന്ത്യ ലോഗോ വന്നില്ല എന്നത് നിയമപരമായ തെറ്റാണ്. ആ വീഴ്ച കേരളം ഏറ്റുപറഞ്ഞതോടെയാണ് ഫണ്ട് അനുവദിച്ചത്. സംഘങ്ങൾ മാനദണ്ഡങ്ങൾ വായിച്ചു മനസ്സിലാക്കണമെന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം പുലിക്കളിയിൽ പങ്കെടുത്ത 8 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. ഡിവൈഎഫ്ഐ 16ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 620 പ്രതിനിധികൾ പങ്കെടുക്കും. ആദ്യമായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തും. 20-ന് റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുക. ആദ്യമായിട്ടാണ് തൃശൂർ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലക്ഷദ്വീപിൽ ഉൾപ്പെടെയായി 20 സൗഹാർദ്ദ പ്രതിനിധികളും ഉൾപ്പെടെ 620 പേരാണ് സമ്മേളനത്തിൽ ഉണ്ടാവുക. സംഘടനയുടെ പ്രവർത്തനങ്ങളും യുവജന സമൂഹം നേരിടുന്ന സമകാലിക വിഷയങ്ങളും സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. അഖിലേന്ത്യാ സെക്രട്ടറി ഹിമക്നാരാജ് ഭട്ടാചാര്യ, പ്രസിഡന്റ് A.A. റഹീം MP തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 21-ന് വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 22-ന് നേതാജി ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി 22-ന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിനിധികളുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും മാർച്ച് നേതാജി ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ, ട്രഷറർ KK രാമചന്ദ്രൻ MLA, ഡിവൈഎഫ്ഐ നേതാക്കളായ ഗ്രീഷ്മ അജയ് ഘോഷ്, KS റോസൽരാജ്, PH നിയാസ്, സുകന്യ ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡയറക്ടർമാരായ മനോജ് പൂവത്തിങ്കൽ, മാക്കൂത്ത് ഗോവിന്ദൻകുട്ടി എന്നിവർ രാജിവെച്ചതായി മിനിറ്റ്സിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഇവരെ ബോർഡിൽ നിന്നും പുറത്താക്കിയതായും ആരോപണമുണ്ട്. 7 വർഷമായി ജോലി ചെയ്യുന്ന ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ കാരണമില്ലാതെ പിരിച്ചുവിട്ടതായും പറയുന്നു. പ്രസിഡന്റിന് ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രസിഡന്റാണ് വേലൂര് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിൽ ഉള്ളതുമാണ്. ഡ്രൈവർ മനോജും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം അവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനു ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അത് കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുക. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് എല്ലാവരും പിന്തുണയും ഈ ബാങ്കിനെ എങ്ങനെ
മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. തന്നെയുമല്ല, ഈ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഡ്രൈവർ എനിക്കെതിരെ വലിയൊരു ഭീഷണി മുഴക്കുകയും അതിഥി തൊഴിലാളികളെ വെച്ച് എന്നെ അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഇയാൾ പറഞ്ഞതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി എരുമേട്ടി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുകയും അവരെ വിളിച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ജോസഫിനടക്കമുള്ള ആളുകളെ വിളിച്ച് അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ഇല്ലംനിറയ്ക്ക് ആവശ്യമായ 1000-ലധികം നെൽക്കതിർക്കറ്റകൾ തിങ്കളാഴ്ച ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചിരുന്നു. അടിയന്തര പ്രവർത്തിക്കാരായ 10 വാര്യന്മാർ രാവിലെ കിഴക്കേ ഗോപുരത്തിന് മുൻവശം ശുദ്ധമാക്കിയ ശേഷം അരിമാവണിഞ്ഞ് വലിയ നാക്കിലകൾ സമർപ്പിച്ചു. തുടർന്ന് അഴീക്കൽ, മനയം എന്നീ പാരമ്പര്യ അവകാശ കുടുംബങ്ങളിലെ അംഗങ്ങൾ കതിർക്കറ്റകൾ തലച്ചുമടായി കൊണ്ടുവന്ന് 3 തവണ വലം വെച്ച ശേഷം നാക്കിലയിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം കീഴ്ശാന്തി കീഴേടം വാസുദേവൻ നമ്പൂതിരി ഉണങ്ങലരിയിട്ട ഓട്ടൂരുളിയിൽ ആദ്യ കതിർക്കറ്റകൾ വെച്ച് തലയിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇദ്ദേഹത്തിന് പിന്നാലെ 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാരും കതിർക്കറ്റകളുമായി അനുഗമിച്ചു. ഗുരുവായൂരപ്പന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ ദർശിക്കാൻ തക്കവിധം കതിർക്കറ്റകൾ സമർപ്പിച്ചു. ആല്, മാവ്, പ്ലാവ്, അല്ലി, ഇല്ലി, ഒടിച്ചുകുത്തി, ദശപുഷ്പം തുടങ്ങിയ നിറക്കോപ്പുകളുമായി അലങ്കാരമൊരുക്കി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി നാരായണ പൂജ നടത്തി. ഇതിനുശേഷം ചൈതന്യവത്തായ കതിർ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തിയതോടെ ഇല്ലം നിറ ചടങ്ങ് പൂർത്തിയായി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി 30-ന് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചാലക്കുടിയിൽ നടന്ന റെയ്ഡിൽ 5 ലിറ്റർ വാറ്റ് ചാരായവുമായി ഒരാൾ അറസ്റ്റിൽ. ചായപ്പൻകുഴി ചൂളക്കടവ് പാണംപറമ്പിൽ ശിവദാസനെയാണ് തൃശൂർ സ്പെഷ്യൽ എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കൂറ്റൻ ലോറി റോഡിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പാട് കുണ്ടോളിക്കടവിൽ സ്വകാര്യ വ്യക്തിക്കായി വീട് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറി തിരിക്കുന്നതിനിടെ ഇടവഴിയിൽ താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ടു. ഇതര സംസ്ഥാനത്തു നിന്ന് ടൈലുകളുമായി എത്തിയ ലോറിയാണ് മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയത്. മിൽമ യൂണിയൻ പിരിച്ചുവിട്ട UDF സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം ധർണ നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. PK ഡേവിസ്, PR വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ജില്ലാതല ഓണം വിപണനമേള സംഘടിപ്പിച്ചു. അയ്യന്തോൾ കളക്ടറേറ്റ് അങ്കണത്തിൽ ആരംഭിച്ചിട്ടുള്ള വിപണനമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ശോഭു നാരായണൻ, KN ദീപ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള കൈത്തറി വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയെല്ലാം മേളയിലൂടെ ലഭ്യമാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. മേള ഈ മാസം 22-ന് സമാപിക്കും. ഞായറാഴ്ച രാത്രി KSEBയുടെ വാടാനപ്പള്ളി ഓഫീസിലെത്തി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. രാത്രി 11:30-ഓടെ KSEB ഓഫീസിലെത്തിയ വാടാനപ്പള്ളി സ്വദേശി നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും കയ്യിലെ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായാണ് പരാതി. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSEB ജീവനക്കാർ വാടാനപ്പള്ളി സെന്ററിൽ സമരം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB INTUC യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആന്റോ അധ്യക്ഷനായി. രഞ്ജിത്ത്, K മനോജ്, ബിജു, KS രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
ചാഴൂർ താന്യം അന്തിക്കാട് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് KSKTU ചേർപ്പ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പഴുവിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. MV മുകേഷ് അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ജില്ലാ കമ്മിറ്റി അംഗം സിജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. നാലോണ നാളിൽ നടക്കുന്ന ചക്കാമുക്ക് ദേശത്തിന്റെ പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പ്രസിഡന്റ് ശരത്, സെക്രട്ടറി ജിതിൻ, കൌൺസിലർമാരായ രഘുനാഥ് സി മേനോൻ, വിനോദ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കരിശാംകുളം ശോചനീയാവസ്ഥയിൽ. കുളവാടകൾ ചീഞ്ഞ് വെള്ളം മലിനമായി. ദൂരക്കാഴ്ചയിൽ വിശാലമായ പുൽമൈതാനമാണെന്ന് കരുതിയാൽ തെറ്റി. ഇത് ജലസമൃദ്ധമായ കുളമാണ്. മുൻപ് പരിസരവാസികൾ യഥേഷ്ടം ഉപയോഗിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നഗരസഭ നവീകരിച്ച കുളത്തിന്റെ അവസ്ഥ അത്യന്തം ശോചനീയമാണ്. സൂചികുത്താനിടമില്ലാത്ത വിധം കുളവാഴ നിറഞ്ഞിരിക്കുകയാണ്. കുറച്ചുകാലമായി കുളത്തിന്റെ അവസ്ഥ ഇതാണ്. കുളവാഴ ചീഞ്ഞഴുകുന്നതോടെ കുളത്തിലെ വെള്ളം മലിനമാകും. അതോടെ പരിസരങ്ങളിലെ കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും കുടിവെള്ളത്തിലും മാലിന്യം കലരും. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ടത്ത ശ്രദ്ധ പതിപ്പിച്ച് ഒരു സത്വര നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ പ്രദേശവാസികൾക്ക് കുളിക്കാനും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഇതിൽ തന്നെ ഒരു ബോർവെല്ല് കുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ശുദ്ധജലം ഈ നഗരസഭയിൽ എല്ലായിടത്തും കിട്ടും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ദളവാക്കളും ഉണ്ട്. അതും ഇതുപോലെ തന്നെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു ശുദ്ധജല തടാകം പോലെ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുളം ശുചീകരിക്കുന്നതിനോടൊപ്പം വലിയ കുഴൽക്കിണർ താഴ്ത്തി പ്രാദേശിക ജലവിതരണ പദ്ധതി ആരംഭിച്ചാൽ അതേറെ ഗുണകരമായിരിക്കും. ചെറിയ രൂപമാറ്റങ്ങളോടെ കുളത്തിന്റെ പരിസരത്ത് പ്രഭാത വ്യായാമത്തിനും സായാഹ്ന വിനോദങ്ങൾക്കും സൗകര്യമൊരുക്കുകയും ചെയ്യാം. നഗരസഭയോ സ്ഥലം MLAയോ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സർവീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണ പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT സണ്ണി ഉദ്ഘാടനം ചെയ്തു.
മെൽക്കർ ഫിനാൻസ് ഗ്രൂപ്പിലെ നിക്ഷേപകർ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളിലൂടെ 320 കോടിയിലധികം രൂപ മെൽക്കർ ഗ്രൂപ്പ് തട്ടിച്ചതായാണ് ആരോപണം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിന്റെ 58ഓളം ബ്രാഞ്ചുകളിലൂടെയാണ് പണം നിക്ഷേപമായി സ്വീകരിച്ചത്. കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് നിക്ഷേപകർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ നടപടികൾ വേഗത്തിലാക്കി പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചത്. പൊതുപ്രവർത്തകൻ ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പോൾസൺ ഇടുത്തോൻ അധ്യക്ഷത വഹിച്ചു. MJ കുര്യാക്കോസ്, റീത്ത M ആന്റണി, പ്രിയകുമാർ, അഡ്വക്കേറ്റ് നന്ദന വാര്യർ, ശ്രീകാന്ത് തിരുവനന്തപുരം, രാധാകൃഷ്ണൻ കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പലിശ കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് വേണ്ട മരുന്നുകളും ഭക്ഷണവും കാര്യങ്ങളും. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഓണവിഭവങ്ങളിൽ കായ വറുത്തതിനും ശർക്കര വരട്ടയ്ക്കും മലയാളികളുടെ രുചിയോർമ്മയിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. ഇത്തവണ വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ കുറയുന്നില്ല. ഓണസദ്യയിൽ മാത്രമല്ല ഓണക്കാലത്തെ വിരുന്ന് യാത്രകളിലും ഒഴിച്ചുകൂടാനാകാത്തതാണ് കായോപ്പേരി ഇനങ്ങൾ. നേന്ത്രക്കായ അരിഞ്ഞ് വിവിധ ചേരുവകൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായുപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഓണസദ്യാ വിഭവങ്ങളിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ചോറിനും കറികൾക്കും പായസത്തിനുമൊപ്പം കഴിക്കുന്ന ഈ വിഭവം സദ്യയ്ക്ക് വേറിട്ട രുചി നൽകുന്നു. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയോടും വാഴകൃഷിയോടും ബന്ധമുണ്ട് കായുപ്പേരി വറുക്കലിന്. വീട്ടുമുറ്റത്തെ വാഴയിൽ നിന്നുള്ള കായ ഉപയോഗിച്ച് വീട്ടമ്മമാർ തന്നെ ഉപ്പേരി വറുത്തിരുന്ന കാലം ഇന്നും മുതിർന്നവർക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ്. ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലിന് കായോപ്പേരി ഇനങ്ങൾ അനിവാര്യമായതോടെ ഓണക്കാലത്ത് ഇതിനായി പ്രത്യേക വിപണി ഒരുങ്ങുന്നതും പതിവായി. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം ഓണവിപണി നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നതും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കണക്കുള്ള ഓർഡറുകളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിചാരിച്ചേക്കാൾ കൂടുതലാണ് ഈ പ്രാവശ്യത്തെ ഓണവിപണിയിൽ റേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും 5 രൂപ, 4 രൂപ, 10 രൂപയൊക്കെ വെച്ചിട്ടാണ് ഡിഫറൻസ് കായ്ക്ക് വരുന്നത്. ഏകദേശം നമ്മൾ 600 മുകളിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിപ്സ് കിലോ 600 രൂപയും അതുപോലെ നമ്മൾ ആട്ടി വെളിച്ചെണ്ണയിൽ നാടൻ കായയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്തവണ നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലായതിനാൽ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും വില 600 രൂപയിലെത്തി. ഓണം ആഘോഷങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് മാറുമ്പോഴും കാർഷിക സംസ്കൃതിയും നാട്ടുരുചിയും ഒത്തുചേരുന്ന കായവറവിനങ്ങൾക്ക് ഓണക്കാലത്ത് വീട്ടകങ്ങളിലും വിപണിയിലും പ്രിയമൊന്ന് വേറെ തന്നെയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCB. ഈ ഓണക്കാലത്ത് റൂബിക്സ് ക്യൂബുകൾ കൊണ്ട് മാവേലിയുടെ രൂപമൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് ഒറ്റപ്പാലം സ്വദേശിയായ 4ാം ക്ലാസ്സുകാരൻ യാദവ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഈ മിടുക്കന്റെ പ്രകടനം കണ്ട മേയറും ഡെപ്യൂട്ടി മേയറും യാദവിനെ പ്രത്യേകം അഭിനന്ദിച്ചു. റുബിക്സ് ക്യൂബിൽ പലതരത്തിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കുന്ന മിടുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും മാവേലിയുടെ രൂപം റുബിക്സ് ക്യൂബിൽ ഒരുക്കിയാണ് ഒരു മിടുക്കൻ ശ്രദ്ധേയനായിരിക്കുന്നത്. മോന്റെ പേര്? യാദവ്. വീട് എവിടെയാ? ഒറ്റപ്പാലം. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 4. ഏതൊക്കെ രൂപങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാറുണ്ട്? മെസ്സിയും നെട്ടതും. ഇത് മോൻ എത്ര കാലമായി പരിശീലിക്കും? മോന് 1ാം ക്ലാസ് മുതൽ റൂബിക്സ് ക്യൂബിനോട് താല്പര്യമുണ്ട്. അപ്പോൾ 3x3 ക്യൂബെല്ലാം തന്നെ അതിൻ്റെ അൽഗോരിതമൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3x3 മാറിയിട്ട് അത് 4x4 ആയി, 5x5 ആയി, 6x6 ആയി. അപ്പോൾ അതിലേക്ക് അവൻ കൂടുതൽ അതിലേക്ക് താല്പര്യങ്ങൾ കാണിച്ചു തുടങ്ങി. ചെറുപ്പം മുതലേ മോന് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യം ഗ്രേഡ് 1 തൊട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചു. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്ന് മേടിച്ചു കൊടുക്കും. പിന്നെ അത് യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി അവൻ തന്നെ
അങ്ങനെ പഠിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവൻ തന്നെ ഫുൾ റിസർച്ച് എന്നുള്ള രീതിയിൽ ഫുൾ ടൈം റൂബിക്സ് ക്യൂബിലാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കണ്ടോ? സ്കൂളിൻ്റെ ടാലൻറ്റ് ഷോയിലാണ് അവന് അതിന് ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പിൻ്റെ ഫൈനൽ ദിവസം മെസ്സിനെ ഇതുപോലെ ചെയ്യാൻ അവനൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ അവൻ്റെ കഴിവ് അറിയും, അവനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ യദു എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. ഹാപ്പിയാണ്. വീടിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി പൂക്കൾ വിരിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം ശിവ. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത്, സ്റ്റെഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താൽപര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാകുന്നത്. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടി കർഷകന്റെ കൃഷിയിലേക്കുള്ള തുടക്കം. പിന്നീട് പൂക്കൃഷിയിലേക്കും ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ഗൗതമിന്റെ കൃഷിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ വലിയ പ്രചോദനമായത് അമ്മൂമ്മയും മികച്ച ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. അമ്മൂമ്മയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. മട്ടുപ്പാവിൽ ഒരുക്കിയ ചെടിച്ചട്ടികളിൽ 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവ രീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടി കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതത്തിന് ഏറെ സന്തോഷം പകരുന്നതായി. ഇതിനെനിക്ക് ചെയ്യാൻ തയ്യും വിത്തൊക്കെ തന്നെ നല്ല മീന്, പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മയും വരും. എനിക്ക് സ്ക്രീൻ ടൈം ഒക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ടു വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയതിലേക്ക്. KK വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൃഷിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ജൈവ പ്രകൃതിയിലേക്കും ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദൗത്യമാണ്. തീർച്ചയായും ഗൗതമനെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. ഈ പ്രവർത്തനത്തെ നമുക്ക് മുക്തകണ്ഠം പ്രശംസിക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, വാർഡ് മെമ്പർ സാജിദ അഷ്റഫ്, കൃഷി ഓഫീസർ KA മേഘ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. അമ്പാടി കൂട്ടായ്മയാണ് 10 അടിയോളം നീളമുള്ള ഉണ്ണിക്കണ്ണന്റെ പൂക്കളം തീർത്തത്. ഇല്ലംനിറയായതിനാൽ ശംഖ് പിടിച്ച ഉണ്ണിക്കണ്ണനെയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയത്. കുരുത്തോല കലാകാരനായ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് പൂക്കളം തയ്യാറാക്കിയത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, കണ്ണൻ പന്തായിൽ, സുരേഷ് നായർ പാലിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, മെൽവിൻ കൊമ്പൻ, നന്ദൻ തൂവാര, T മിന്നു എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന പോലീസ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമി അക്വാട്ടിക് കോംപ്ലക്സിൽ തുടരുന്നു. മന്ത്രി OJ ജനീഷ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് മുൻ പ്രസിഡന്റ് കെ ശശിധരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ആൽത്തറയിൽ നടന്ന അനുസ്മരണം ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ഫൗസിയ ഷാജഹാൻ, സുരേഷ് P അരിക്കാട്ട്, CP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് 5,12,000 രൂപയുടെ കാരുണ്യ സഹായ വിതരണവും നടന്നു. സംസ്ഥാനത്തെ മികച്ച തേനീച്ച കർഷകൻ മങ്കര സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ വർഗീസിനെ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, നേതാക്കളായ K ബീരേഷ്, ജോണി ചിറ്റിലപ്പള്ളി, IA സബീല, അശ്വിൻ തമ്പി, ബിജോയ് ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിങ്ങം 1 കർഷക ദിനത്തിൽ തേനീച്ച കർഷകർക്ക് ആദരം സംഘടിപ്പിക്കാത്തതിനെതിരെ തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തേനെടുക്കുന്ന വേഷത്തിൽ പന്തം കത്തിച്ച് വർഗീസ് പ്രതിഷേധിച്ചിരുന്നു. ത്രെഡ്സ് ഓഫ് കെയർ പദ്ധതിയിൽ ശേഖരിച്ച ഓണക്കൊടി സൗജന്യമായി തെരഞ്ഞെടുക്കാനുള്ള അവസരമൊരുക്കി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ജോസ് വാവേലി, വാർഡ് മെമ്പർ അംബിക ജോജൻ, പ്രധാനാധ്യാപകൻ ജോഷി പോൾ, മദർ PTA പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭിക്ഷാടന മാഫിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സമകാലിക വിഷയത്തിൽ ദർശന ഫിലിംസിന്റെ ബാനറിൽ ശ്രീജിത്ത് പുളിങ്കുഴി, അജിത ശ്രീജിത്ത്, സജീവൻ ആറാട്ടുപുഴ എന്നിവർ നിർമ്മിച്ച പാതിമറയാതെ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടന്നു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ റൂബി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, VI ജോൺസൺ, സംവിധായകൻ രാജേഷ് മാണിക്കൻ, ക്യാമറാമാൻ ബാബു അമ്മസ്, ഗിരീഷ് പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു. പെരിങ്ങാവ് ധന്വന്തരി കുമ്മാട്ടി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുമ്മാട്ടി ഘോഷയാത്രയുടെ കൊടിയേറ്റം നടന്നു. ഡിവിഷൻ കൗൺസിലർമാരായ കൃഷ്ണമോഹനും ഷാരി കിഷോർ കുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുമ്മാട്ടി സമിതി പ്രസിഡന്റ് രാജീവ് പൂലിയടത്ത്, സെക്രട്ടറി രാമചന്ദ്രൻ കടവിൽ, ട്രഷറർ അഡ്വക്കേറ്റ് MC മനോജ് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടോണനാളിൽ പെരിങ്ങാവ് ദേശം വലം വെച്ചെത്തുന്ന കുമ്മാട്ടി ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേനം നിറവ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് PP അജയൻ, സെക്രട്ടറി KK ഷംസു, ട്രഷറർ ഷാജിദ ഗോപിനാഥ്, രക്ഷാധികാരി VS നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മികച്ച വിദ്യാർത്ഥി കർഷകനായ NV നിഹാലിനെ കടവല്ലൂർ പഞ്ചായത്ത് ആദരിച്ചു. AC മൊയ്തീൻ MLA ഉപഹാരം സമ്മാനിച്ചു. കൊരട്ടിക്കര സ്വദേശികളായ നജീബ് മോൻ, ഷാഹിന ദമ്പതികളുടെ മകനായ നിഹാൽ കൊരട്ടിക്കര GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാന്നാമംഗലം ക്ഷീരസംഘത്തിന്റെ ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ക്ഷീരവികസന യൂണിറ്റ് ഓഫീസർ NS അമ്പിളി, പഞ്ചായത്ത് മെമ്പർ സിബി അജി, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഹീര സുരേഷ്, സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി ശ്രീജിത്ത് അധ്യക്ഷയായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, SI ജയകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, ട്രഷറർ PV ഇബ്രാഹിം, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് TS മുബാറക്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടന്നു.
പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് TA ജെയിംസ് അധ്യക്ഷത വഹിച്ചു. NK വിൽസൺ, VJ തോമസ്, സന്തോഷ് കുമാർ, VG തോംസൺ, BS ബി തുടങ്ങിയവർ സംസാരിച്ചു. യുവജനക്ഷേമ സംഘടനയായ മാക്സ് ഡ്രീം ഫൗണ്ടേഷനും നിയമസേവന സ്ഥാപനമായ യുവറോണർ.ഇന്നും ചേർന്ന് ഓണാഘോഷമൊരുക്കി. ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. യുവറോണർ.ഇൻ ചെയർമാൻ സുജിത് ഐനിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ ആതിര, സിനിമാ സംവിധായകൻ ദേവരാജൻ മൂക്കോല, പാവറട്ടി പഞ്ചായത്ത് മെമ്പർ സരിത രാജീവ്, കുന്നംകുളം ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് U എൽസ, ചാവക്കാട് അഡ്വക്കേറ്റ് അസോസിയേഷൻ സെക്രട്ടറി TR അജിത് കുമാർ, സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് T അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റി കർഷകരെ ആദരിച്ചു. BJP എറണാകുളം മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ദയാനന്ദൻ ഏറാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രേമദാസ് വെങ്ങാലി, വേലായുധൻ മയൂർ, EA പ്രസാദ്, ബിജോയ് പുളിയമ്പ്ര, അംബിക പ്രസാദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം നടത്തി. പ്രവാസി ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VH ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ, പ്രവാസി ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PA മുജീബ് റഹ്മാൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ, പഞ്ചായത്ത് ട്രഷറർ KU അഷ്റഫ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PM സൈനുദ്ദീൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PI നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് സീനിയർ യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സീതാകുമാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പങ്കജവല്ലി, വാർഡ് മെമ്പർ MV മിനി, കുടുംബശ്രീ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ഷൈജ ഹുസൈൻ, KS സൂരജ്, TM ചന്ദ്രൻ, PV വേലായുധൻ, KG മോഹനൻ, AJ ജോണി എന്നിവർ സംസാരിച്ചു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. കർഷക സേവന കേന്ദ്രം കർഷക കൂട്ടായ്മയിലെ ഭൂ ഉടമകളായ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. അംഗ സമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 10 വർഷം നെൽകൃഷിക്ക് നേതൃത്വം നൽകിയ ഡയറക്ടർ PO സണ്ണി, മികച്ച ക്ഷീര കർഷകൻ AD ലോറൻസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സണ്ണി പുലിക്കോട്ടിൽ, VA സജീഷ്, പ്രേമ പുരുഷോത്തമൻ, ലിജി ലോറൻസ്, സരസ്വതി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, സെക്രട്ടറി വിമൽ വർഗീസ് തുടങ്ങിയവർ ഓണ സന്ദേശം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് നടീൽ ഉത്സവം നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് PK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പടവ് സെക്രട്ടറി ജൻസൺ, ജോയിന്റ് സെക്രട്ടറി നരേന്ദ്രനാഥൻ, കൃഷി ഓഫീസർ സ്വാതി സാബു,
ജനപ്രതിനിധികളായ രാധാകൃഷ്ണൻ നെട്ടയിൽ, ദിലീഷ് കൊട്ടിലിക്കൽ, ഓമന അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ PA മാധവൻ അനുസ്മരണവും കുടുംബസംഗമവും നടത്തി. ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്, ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് OJ ഷാജൻ എന്നിവർ PA മാധവനെ അനുസ്മരിച്ചു. രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ചുമർ ചിത്ര കലാകാരൻ നളിൻ ബാബുവിനെയും കാലിക്കറ്റ് സർവകലാശാലയുടെ BA ഇംഗ്ലീഷ് പരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ അലീഷ ജോജോവിനെയും ചടങ്ങിൽ ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ആതിര, പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസ്, നാടൻപാട്ട് കലാകാരൻ ചന്ദ്രൻ പെരുവലൂർ, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണലും തൃശൂർ കോർപ്പറേറ്റീവ് കോളേജും സംയുക്തമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നാട്ടുപൂക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ പൂച്ചെടികളെ സംരക്ഷിക്കുവാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ജൈവ വൈവിധ്യം നിലനിർത്താനും ലക്ഷ്യമിട്ടായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക ഇന്റർനാഷണൽ തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ K രജിതൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം രമാദേവി, കോർപ്പറേറ്റീവ് കോളേജ് NIFI കോർഡിനേറ്റർ V രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,290, പവന് 1,14,320. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A പ്രസാദ്. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് പരിക്കേറ്റത്. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന് ആരോപണം. DYFI സംസ്ഥാന സമ്മേളനത്തിന് നാളെ തൃശൂരിൽ തുടക്കം. 620 പ്രതിനിധികൾ പങ്കെടുക്കും. ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് നിർവഹിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന് ആരോപണം. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. തൃപ്പത്തരി 30-ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.